ഇന്നത്തെ എൻ്റെ വിഷയം സമൃദ്ധിയുള്ള ക്രിസ്തീയ ജീവിതം എന്നതാണ്. നമ്മൾ ഇന്നുമായിട്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പല ഘടകങ്ങളെപ്പറ്റി ചിന്തിച്ചു, പഠിച്ചു. അതെല്ലാം നാം പഠിച്ച വിഷയങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമായി കൊണ്ടുവന്നാൽ തന്നെ സമൃദ്ധിയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ ആവശ്യമായത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയും ഞാൻ അതിൻ്റെ മേമ്പടിയായിട്ട് മാത്രം അല്പം കൂടെ പറയാം എന്ന് വിചാരിക്കുകയാണ്. നാം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സമൃദ്ധിയുള്ള ഒരു ക്രിസ്തീയ ജീവിതം എനിക്കും വേണം എന്ന് നമ്മളൊക്കെയും ചിന്തിക്കുകയും നമ്മളൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ലോകം സമൃദ്ധിക്കും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യവർഗത്തിൻ്റെ ആരംഭം മുതൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അസംതൃപ്തി എന്ന പാപം മനുഷ്യനെ പാപത്തിലേക്ക് തള്ളിവിട്ടു. അങ്ങനെ തള്ളിവിട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനുഷ്യനെ അസംതൃപ്തരാക്കുന്നതിൽ സാത്താൻ വളരെ അധികം വിജയിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവമക്കളെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം അവനെ ആക്കി വയ്ക്കുന്നതായ ഏത് സാഹചര്യങ്ങളിലും നാം തൃപ്തരായി തന്നെ ജീവിക്കണം എന്നതാണ്. ഇന്ന് കേരളത്തിലെ യുവജനങ്ങളെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അവർ സംതൃപ്തിക്കും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി എന്താണ് ചെയ്യുന്നത്? പല വിധത്തിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു, കഞ്ചാവ് ഉപയോഗിക്കുന്നു. എന്നാൽ സന്തോഷമായിട്ടൊരു ജീവിതം അവർക്ക് ലഭിക്കുന്നില്ല. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിലും കൊല്ലുന്നതിലുമാണ് അവർക്ക് സന്തോഷം കിട്ടുന്നത്. അങ്ങനെയുള്ള സമൃദ്ധി അല്ല നമ്മൾ ഇവിടെ പറയുന്നത്. അവർക്ക് സമൃദ്ധിക്ക് പകരം അവസാനം ജയിൽവാസമാണ് കിട്ടുന്നത്. സമൃദ്ധിക്ക് വേണ്ടി ഏത് പാപവും ചെയ്യുവാൻ മടിക്കാത്ത ഒരു കാലഘട്ടമാണ് ഇന്ന്. ദൈവത്തെ ഭയമോ മനുഷ്യനെ ശങ്കയോ ഇല്ലാത്ത ഒരു രീതിയിലാണ് മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സമൃദ്ധി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തൃപ്തിയുള്ള അവസ്ഥയ്ക്കാണ് സംതൃപ്തി എന്ന് പറയുന്നത്. ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു നന്മ തന്നെയാണ് സംതൃപ്തി. എന്നാൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും സംതൃപ്തമായി ജീവിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. സാമ്പത്തികമായും സാങ്കേതികമായും പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ പുരോഗതിക്ക് അനുസരിച്ച് നേട്ടങ്ങൾ കൈവരിക്കണം എന്നുള്ള ആഗ്രഹം പൊതുവെ എല്ലാവർക്കും തന്നെ ഉണ്ടാകും. എന്നാൽ ആ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ മാനസികമായ വിഷമവും അസംതൃപ്തിയും മനുഷ്യരിൽ ഉണ്ടാകുന്നു. താൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന അവസ്ഥ മനുഷ്യനെ അസംതൃപ്തരാക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാലത്ത് മനുഷ്യർക്ക് ആഹാരം, വസ്ത്രം, പാർപ്പിടം ഇവ ഉണ്ടായിരുന്നാൽ അവർ സംതൃപ്തരായിരുന്നു. 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. എന്നാൽ ഇന്ന് മനുഷ്യന് അതുകൊണ്ടൊന്നും തൃപ്തി അടയുന്നില്ല. പലപ്പോഴും പരസ്യങ്ങളാണ് നമ്മളെ അസംതൃപ്തരാക്കുന്നത്. പുതിയ പുതിയ പ്രോഡക്ട്സ് മാർക്കറ്റിൽ വരും. അത് കാണുമ്പോൾ അതും കൂടി വാങ്ങിച്ചാൽ എൻ്റെ ജീവിതം കൂടുതൽ സംതൃപ്തമാവും എന്ന ചിന്ത അവരിലേക്ക് വരും. പരസ്യങ്ങൾ നല്ലതാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ മറ്റുള്ളവർക്കുണ്ട് അതുകൊണ്ട് എനിക്കും വേണം എന്നുള്ളതായ ആഗ്രഹമാണെങ്കിൽ അത് തെറ്റായൊരു മോഹമാണ്. മനുഷ്യൻ പാപികളായതിനാൽ അവർ പലപ്പോഴും സമൃദ്ധി കണ്ടെത്തുന്നത് പാപത്തിലാണ്. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ധാരാളം പണം ശമ്പളമായിട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അതുകൊണ്ടൊന്നും തൃപ്തി അടയുന്നില്ല. അവർ എന്ത് ചെയ്യും? അവർ കൈക്കൂലി വാങ്ങിക്കും. കൂടുതൽ സമ്പന്നനായ കൂടുതൽ സമ്പത്ത് ലഭിക്കും എന്നുള്ള ചിന്തയാണ് അവരെ ഭരിക്കുന്നത്. പക്ഷേ സംതൃപ്തിക്ക് പകരം ജയിൽവാസമായിരിക്കും പലപ്പോഴും അവർക്ക് ലഭിക്കുന്നത്. പരീക്ഷ എഴുതുന്ന കുട്ടികളെ നോക്കുക. പഠിക്കാതെ തന്നെ നല്ല മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരെന്താ ചെയ്യുന്നത്? കോപ്പി അടിച്ച് മറ്റുള്ളവരെക്കാൾ നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ അവർക്കും സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും ശിക്ഷയാണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ലോകത്തിൽ എവിടെ നോക്കിയാലും
സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ, പ്രായമുള്ളവരെന്നോ ചെറുപ്പക്കാരോ കുട്ടികളോ എന്ന വ്യത്യാസമില്ലാതെ സമൃദ്ധിക്കും സന്തോഷത്തിനും വേണ്ടി ഏത് തെറ്റായ മാർഗവും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരിക്കൽ നെൽസൺ റോക്ക്ഫെല്ലർ എന്ന ധനവാനായിട്ടുള്ള ഒരു മനുഷ്യനോട് ഒരാൾ ചോദിച്ചു, ഒരു ചോദ്യമാണ് ചോദിച്ചത്, ഹൗ മച്ച് മണി ഡസ് ഇറ്റ് ടേക്ക് ടു മേക്ക് എ പേഴ്സൺ ഹാപ്പി? ഒരാൾക്ക് എന്തുമാത്രം പണമുണ്ടെങ്കിൽ അദ്ദേഹം സംതൃപ്തനായി ജീവിക്കും എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ഉള്ളതിനേക്കാൾ അല്പം കൂടെ സമ്പാദിച്ചാൽ മനുഷ്യൻ സംതൃപ്തനാവും എന്നുള്ളതാണ്. നാം ചിന്തിക്കുക അങ്ങനെയല്ലേ? ഇപ്പോഴുള്ള വീടിനേക്കാൾ അല്പം കൂടെ മെച്ചമായ എനിക്ക് വീട് കിട്ടിയിരുന്നെങ്കിൽ, ഇപ്പോഴുള്ള കാറിനേക്കാൾ അല്പമായി മെച്ചമായ കാർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജോലിയേക്കാൾ ബെറ്ററായ ഒരു ജോലി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഇപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്നു, സ്വന്തമായി എനിക്കൊരു വീടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എത്ര സംതൃപ്തമായി എൻ്റെ ജീവിതം നയിക്കാൻ സാധിക്കും എന്നുള്ള ചിന്തയാണ് നമ്മളെ എപ്പോഴും ഇങ്ങനെ ഭരിക്കുന്നത്. ദൈവം കുറെ കൂടെ മെച്ചമായുള്ള ഒരു സാഹചര്യം തരുമ്പോൾ പിന്നെയും നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് കുറച്ചുകൂടി മെച്ചമായ രീതിയിൽ ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാണ് പിന്നെയും ചിന്തിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ എപ്പോഴും കൂടുതൽ മെച്ചമായതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതൊന്നും അവന് സംതൃപ്തി നൽകുകയും ചെയ്യുന്നില്ല. എന്നാൽ ദൈവമക്കൾ എന്ന നിലയിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ്? നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങൾ ആയാലും അതിൽ നാം സംതൃപ്തി അനുഭവിക്കണം എന്നതാണ്. അത് നമ്മുടെ ദൈനംദിന സാഹചര്യങ്ങളിൽ നമ്മുടെ സുഖത്തിലാകട്ടെ, നമ്മുടെ ദാരിദ്ര്യത്തിലാകട്ടെ, നമ്മുടെ കഷ്ടതയിലാകട്ടെ, രോഗത്തിലാകട്ടെ, ഏത് സാഹചര്യങ്ങൾ കൂടി നമ്മൾ കടത്തിവിട്ടാലും നമ്മൾ അവിടെയൊക്കെയും സംതൃപ്തിയുടെ ഒരു മനോഭാവം നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടതായുള്ള ആവശ്യമുണ്ട്. ഇങ്ങനെ സംതൃപ്തി അനുഭവിക്കുന്നവർക്ക് കർത്താവിലുള്ള സന്തോഷവും സമാധാനവും അനുഭവിക്കാനായിട്ട് സാധിക്കും. അതിനൊന്നാമതായിട്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവ ഗുണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സർവാധികാരത്തെ നാം അംഗീകരിക്കണമെന്നുള്ളതാണ്. ദൈവം സർവത്തിനും അധികാരിയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് സാഹചര്യവും ദൈവം അനുവദിച്ചിട്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം അനുവദിച്ചിട്ട് ആണ് എന്ന ആ ചിന്ത നമ്മളെ ഭരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാനും സംതൃപ്തമായ ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവകൃപയും അനുഭവിക്കുന്നവർക്ക് ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ തന്നെ മാറി പറഞ്ഞാലും സന്തോഷവും സമൃദ്ധിയുമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഒരു ദൈവത്തിനെ സംബന്ധിച്ചോളം ദൈവം തന്നെ ആക്കി വച്ചിരിക്കുന്ന അവസ്ഥയാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത്. ദൈവം നമ്മളെ എവിടെയാക്കി വെക്കുന്നോ അതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടായ അവസ്ഥ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കിദ്രോൻ തോട്ടിനരികെ ദൈവം ഏലിയാവിനെ ആക്കി വെച്ചു. ഏലിയാവ് അവിടെ സമൃദ്ധനായിരുന്നു. അവന് കാക്ക ഇറച്ചിയും അപ്പവും കൊണ്ടു കൊടുക്കുന്നു. വളരെ സമൃദ്ധനായിട്ട് അവനവിടെ ജീവിച്ചു. അവിടെ നിന്ന് ദൈവം സാരേഫാത്തിലെ വിധവയുടെ അടുത്തേക്ക് അയച്ചു. അവിടെയും അവന് സമൃദ്ധനായിരുന്നു. അവനൊരു കുറവും വന്നില്ല. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചത്? എന്നാൽ ഏലിയാവ് തന്നെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. എന്തായതാണ് ചൂരച്ചെടിയുടെ ചുവട്ടിൽ. പക്ഷെ അവിടെ അവന് സമൃദ്ധനായിരുന്നു. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു അവനുണ്ടായിരുന്നത്. അപ്പം ദൈവം നമുക്ക് ഏത് സാഹചര്യങ്ങളും ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ പ്രയാസമുള്ള സാഹചര്യങ്ങളായിരിക്കും. പക്ഷെ ദൈവം അനുവദിച്ചിട്ടാണ് നമ്മുടെ സാഹചര്യങ്ങൾ ആ നിലയിൽ വന്നത് എന്നത് നാം മനസ്സിലാക്കുമ്പോൾ അവിടെ നമുക്ക് സംതൃപ്തിയായുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ദൈവം തരുന്നത് മതി, അതിൽ ഞാൻ സന്തുഷ്ടനാണ് എന്ന ഭാവമാണ് ക്രിസ്തീയ സംതൃപ്തി എന്ന് പറയുന്നത്. ദൈവം നൽകുന്നത് പോരാ, കൂടുതൽ മെച്ചമായത് വേണം, കൂടുതൽ സമ്പാദിച്ച് എനിക്ക് പേരുണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി അധ്വാനിക്കുമ്പോൾ ദൈവികമായ സംതൃപ്തിയും സന്തോഷവും നമുക്ക് ലഭിക്കുകയില്ല. അപ്പോൾ സംതൃപ്തി എന്നുള്ളതായ ആ വാക്കിൻ്റെ ഒരു ചെറിയ നിർവചനം എന്ന രീതിയിൽ ഞാൻ പറയട്ടെ. അതിങ്ങനെയാണ്: ദൈവത്തിൻ്റെ സർവാധികാരത്തെ അംഗീകരിച്ച് പരാതി കൂടാതെ
സാഹചര്യങ്ങളെ നേരിടുന്ന മനോഭാവത്തിലാണ് സംതൃപ്തി എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. ദൈവത്തിൻ്റെ സർവാധികാരത്തെ അംഗീകരിച്ച് പരാതി കൂടാതെ സാഹചര്യങ്ങളെ നേരിടുന്ന മനോഭാവത്തിലാണ് സംതൃപ്തി എന്ന് പറയുന്നത്. മടി പിടിച്ചിരുന്ന ജോലി ചെയ്യാൻ മനസ്സില്ലാതെ എനിക്ക് മതി എന്ന് പറയുന്ന അവസ്ഥയെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. ദൈവഭക്തനായിട്ട് ഇരുന്ന വളരെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ജീവിതശൈലിയുള്ള മനുഷ്യനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകണം. അത് നമ്മൾ പഠിച്ചെടുക്കേണ്ടതായുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ സുഖസൗകര്യങ്ങളൊന്നും അനുഭവിക്കേണ്ട എന്നല്ല നാം പറയുന്നത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ജീവിച്ചതിൽ നിന്നും എത്രയോ മെച്ചമായ രീതിയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അന്ന് മിക്സിയില്ല, വാഷിംഗ് മെഷീനില്ല, കമ്പ്യൂട്ടറില്ല, ടി വി ഇല്ല, കാറില്ല, ഒന്നുമില്ല. എന്നാലും അവരൊക്കെ സമൃദ്ധിയായിട്ട് ജീവിച്ചു. ശരീരം കൊണ്ട് അവർ അധ്വാനിച്ചു. അവരുടെ ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ തന്നെ കാര്യങ്ങൾ നോക്കിയാൽ ആ കാലങ്ങളിലൊന്നും ഇതൊന്നും ഇല്ല. അന്നൊക്കെ ബൈബിൾ കൺവെൻഷനൊക്കെ ധാരാളം നടക്കുന്ന കാലങ്ങളാണ്. രാത്രി കാലങ്ങളിലാണ് മിക്കവാറും കുടുംബമായിട്ട് എല്ലാവരും തന്നെ ഈ കൺവെൻഷന് പോകും. അപ്പോൾ ടോർച്ചിന് പകരം എന്താ ഉപയോഗിച്ചുകൊണ്ടിരുന്നതറിയാ? തെങ്ങിൻ്റെ ഓല ഉണ്ട്. തെങ്ങിൻ്റെ ഓലയുടെ ആ അറ്റത്തെ ഭാഗത്തിന് തുഞ്ചാണി എന്ന് പറയും. അപ്പോൾ ആ തുഞ്ചാണികൾ 2-3 കൂട്ടിക്കെട്ടി അതിൻ്റെ അറ്റത്ത് തീ കൊളുത്തി ആരെങ്കിലും ഒരാളെ ഇങ്ങനെ വീശിക്കൊണ്ട് നടക്കും. അപ്പോൾ പുറകെ ഉള്ളവർക്കും മുന്നേ ഉള്ളവർക്കും വെളിച്ചം കിട്ടും. അതാണ് അന്നത്തെ ടോർച്ച്. അപ്പോൾ ആ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ഞാനൊക്കെ അങ്ങനെയാണ് ആദ്യകാലങ്ങളിൽ ഈ കൺവെൻഷനൊക്കെ പോയിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ രീതിയിലേക്ക് പോകണമെന്നുമല്ല ഞാൻ പറയുന്നത്. ആ രീതിയിൽ പോയിട്ട് കാര്യമില്ല. ഇന്ന് ജീവിക്കാൻ ദൈവം ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങൾ തന്നിട്ടുണ്ട്. ദൈവം തന്ന ആ സാഹചര്യങ്ങളിൽ സംതൃപ്തി ഇട്ടിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം സന്തോഷമായി തീർക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പഴയ കാലത്ത് അങ്ങനെയായിരുന്നു, അതുകൊണ്ട് അങ്ങനെ തന്നെ നമ്മൾ ജീവിക്കണം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ലോകം പുരോഗമിക്കുന്നതനുസരിച്ച് നമ്മുടെയും ജീവിത സൗകര്യങ്ങൾ വ്യത്യസ്തം വരും. നമ്മളതനുസരിച്ച് മുന്നോട്ട് പോകണം. പക്ഷേ കർത്താവിൽ എപ്പോഴും സമൃദ്ധിയുള്ളൊരു മനോഭാവം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. സദൃശവാക്യം 19 അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം, യഹോവ ഭക്തി ജീവഭേദമാകുന്നു, അതുള്ളവൻ തൃപ്തനായി വസിക്കും, അനർത്ഥം അവന് നേടുകയില്ല. യഹോവ ഭക്തിയും സമൃദ്ധിയും ഒന്നിച്ചു പോകുന്ന ഒരു കാര്യമാണ്. എബ്രായർ 13:15, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അപ്പോൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം അതോടുകൂടെ തന്നെയുണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന്. നമ്മൾ ദ്രവ്യാഗ്രഹിയായ ഒരു മനുഷ്യനെ എടുത്താലും അദ്ദേഹം ആഗ്രഹിക്കുന്ന എന്താണ്? സമൃദ്ധിയായി ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹമാണ് അവനുമുള്ളത്. കൂടുതൽ സമ്പാദിക്കണം, എങ്കിൽ മാത്രമേ സന്തോഷവും സമാധാനവും ലഭിക്കൂ എന്നവർ കരുതുന്നു. എന്നാൽ ദിവ്യാഗ്രഹിയായ ഒരാൾ ഒരു ജീവിതകാലം മുഴുവൻ ആഗ്രഹിച്ചിട്ടും കിട്ടാത്ത സന്തോഷവും സമാധാനവും ദൈവമക്കൾക്ക് ക്രിസ്തുയേശുവിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ലോകം തരുന്ന സംതൃപ്തി താൽക്കാലികമാണ്. അത് പക്ഷേ നമ്മൾ നിലനിൽക്കുന്ന സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ സംതൃപ്തി നമുക്ക് ലഭിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അസംതൃപ്തിക്ക് ചില കാരണങ്ങളുണ്ട്. എല്ലാ കാരണങ്ങളൊന്നും പറയാനായിട്ട് നമുക്ക് സമയമില്ല. അതിനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലോകസ്നേഹമാണ് നമ്മളെ അസംതൃപ്തരാക്കുന്നത്. ലോകസ്നേഹം എന്ന് പറഞ്ഞത് വലിയൊരു വിഷയമാണ്. അതിനകത്ത് പല പാപങ്ങൾ ഉൾപ്പെടും. തെറ്റായ മോഹങ്ങൾ, അസൂയ, ദ്രവ്യാഗ്രഹം, വെറുപ്പ്, ഇങ്ങനെ പല പാപങ്ങളെ പറ്റി നമുക്ക് ആ ലോകസ്നേഹത്തിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതെല്ലാം ഒന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അതിനെപ്പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനത്തിൻ്റെ 2:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ
ഇങ്ങനെ വായിക്കുന്നു: ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അപ്പം തെറ്റായ മോഹങ്ങൾ ലോകസ്നേഹത്തിൽ നിന്നും ഉളവാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തെറ്റായ മോഹങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ടായാൽ നമ്മൾ പാപത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിന് ഉദാഹരണമായി ഒരു സംഭവ കഥ ഞാനിങ്ങനെ വായിക്കുകയുണ്ടായി. അത് ഞാൻ പറയാം. നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്നായ ഒരു പെൺകുട്ടിയുടെ പേരാണ് റോസ്. അവളൊരു വിശ്വാസി, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു, ഒരു രക്ഷിക്കപ്പെട്ട വിശ്വാസിയാണ്. ആ രീതിയിൽ അവൾ സന്തോഷമായിട്ട് അവളുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അവൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ നല്ല സാക്ഷിയായിട്ട് നിന്നു, പലരോടും സുവിശേഷം പറഞ്ഞു. ആ നിലയിൽ വളരെ സന്തോഷമായിട്ട് ക്രിസ്തീയ ജീവിതം നയിച്ച ഒരു പെൺകുട്ടി. അവളുടെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം, ഇത് ഇപ്പം നടന്ന സംഭവമല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പേ നടന്ന സംഭവമാണ്. ബോംബെയിൽ ജോലി ചെയ്യുന്ന വിശ്വാസിയായിട്ടുള്ളൊരു പുരുഷനുമായിട്ട് വിവാഹം കഴിഞ്ഞു. അവർ ബോംബെയിലേക്ക് താമസം മാറ്റി. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവൾ കണ്ട കാഴ്ചകൾ അവളെ ഹമ്പരിപ്പിച്ചു. കാരണം ഇവളൊരു കുഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നത്. അവിടെ നിന്ന് ബോംബെ പട്ടണത്തിലേക്ക് പോയപ്പോൾ അവൾ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങൾ കാണുന്നു, കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങൾ കേൾക്കുന്നു. അപ്പോൾ നാട്ടിൻപുറത്തെ ജീവിതത്തിൽ നിന്നും വളരെ വ്യത്യാസപ്പെട്ട ഒരു ജീവിതത്തിലേക്കാണ് അവൾ പോയത്. തനിക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. മറ്റുള്ളവർ അവിടെ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ തനിക്കും വേണം എന്നുള്ളൊരു ആഗ്രഹം അവിടെ ഉള്ളിലേക്ക് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ജോലി ലഭിച്ചു. അവിടെ ജോലി ചെയ്യുന്ന മറ്റു സ്ത്രീകളുടെ ജീവിത രീതികളും അവളുടെ ജീവിത രീതിയും തമ്മിൽ വളരെ വ്യത്യാസം ഉള്ളതായിട്ട് അവർക്ക് തോന്നി. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവളുടെ സ്വഭാവത്തിനൊരു മാറ്റം വന്നു. ക്രിസ്തുവിനെ പറ്റി ആരോടും പറയാൻ അറിയില്ലാത്തവൾക്ക് ഇപ്പോൾ ക്രിസ്തുവിനെ പറ്റി അറിയാൻ വലിയ നാണക്കേടായി. തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് ക്രിസ്തുവിനെ പറ്റി പറയില്ല. പക്ഷേ അവർ ഇവളെ ലോകത്തിലേക്ക് ആകർഷിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ അവൾക്ക് നിഷേധിച്ചിരുന്ന പലതും അവൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. വിശ്വാസ ജീവിതത്തിൽ അവൾക്ക് തൃപ്തിയില്ലാതായി. മാത്രമല്ല, അവൾക്ക് പ്രാർത്ഥന ഇല്ലാതായി, ബൈബിൾ വായന ഇല്ലാതായി, സഭായോഗത്തിന് പോകാതായി, വിശ്വാസത്തെ കാണുന്നത് തന്നെ അവൾക്ക് വെറുപ്പായി തോന്നി തുടങ്ങി. അവരുടെ കുടുംബ ജീവിതം തന്നെ അങ്ങനെ തകർന്ന നിലയിലേക്ക് പോവുകയാണ്. ലോകം തനിക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും തരുമെന്ന് അവൾ ചിന്തിക്കാനായിട്ട് തുടങ്ങി. ലോകത്തിലെ സുഖ സൗകര്യങ്ങളെല്ലാം വേണം, അല്പം ഭക്തിയും വേണം, രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോകണം എന്നാണ് അവൾ ആഗ്രഹിച്ചത്. പക്ഷേ രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. തൻ്റെ പഴയകാല ജീവിതത്തെ പറ്റി അവൾ ചിന്തിച്ചു. തൻ്റെ ബൈബിൾ എടുത്തു താൻ വായിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ വായിച്ചു വന്നപ്പോൾ 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ അവളെ കൂടുതൽ ചിന്തിപ്പിച്ചു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം സന്ധിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവൾക്ക് സംഭവിച്ചു. ഈ വചനം അവളെ ചിന്തിപ്പിച്ചു. ദൈവവചനം സ്വീകരിച്ചിട്ട് അത് തള്ളിക്കളഞ്ഞവരെ പറ്റി പറഞ്ഞിരിക്കുന്നത് സ്വന്തം സന്ധിക്ക് തിരിയുന്ന നായ, കുളിച്ചിട്ട് വീണ്ടും ചളിയിലേക്ക് ഉരുണ്ടു വിളിക്കുന്ന പന്നി. അത് അവൾ ചിന്തിച്ചപ്പോൾ അവൾക്ക് വളരെ വിഷമം തോന്നി. താൻ അങ്ങനെയുള്ള ഒരാളാണല്ലോ എന്ന് ചിന്തിച്ചു.
ദൈവത്തിൻ്റെ മഹത്വപരമായുള്ള ആ വചനം തള്ളിക്കളഞ്ഞ് ലോകത്തിൻ്റെ ആ വേസ്റ്റ് കൊട്ടയിലെ മഹത്വം കാണാൻ വേണ്ടിയിട്ട് അവൾ പോയല്ലോ എന്നോർത്ത് അവൾ ദുഃഖിച്ച് കരയാൻ തുടങ്ങി. ഈ ലോകം തനിക്ക് കൂടുതൽ സമൃദ്ധിയും സന്തോഷവും സമാധാനവും തരുമെന്ന് അവൾ കരുതി. എന്നാൽ താൻ അനുഭവിച്ചിരുന്ന സന്തോഷവും സമൃദ്ധിയും താൻ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നോർത്ത് അവൾ വളരെ വിഷമിച്ചു. അവൾ ആ ദൈവസന്നിധിയിൽ വന്നു, തൻ്റെ തെറ്റുകളെ പറഞ്ഞു ദൈവസന്നിധിയിൽ കരഞ്ഞ് അവൾ വീണ്ടും പുതിയ ജീവിതത്തിലേക്ക് അങ്ങനെ പ്രവേശിച്ചു. സമൃദ്ധിക്കും സന്തോഷത്തിനും വേണ്ടി ഇനി ലോകത്തിലേക്ക് പോവുകയില്ല എന്നൊരു തീരുമാനവും അവൾ എടുത്തു. ഇങ്ങനെ തെറ്റിപ്പോകുന്ന പല യുവതികളെയും യുവാക്കന്മാരെയും നമുക്ക് നമ്മുടെ സഭകളിൽ തന്നെ ഇന്ന് കാണാം. വിശ്വാസികളുടെ മക്കളിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. പലരും തിരിച്ചു വരുന്നില്ല, ചിലരൊക്കെ തിരിച്ചു വരുന്നുമുണ്ട്. അങ്ങനെ തെറ്റായ മോഹങ്ങൾ തെറ്റിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ ദൈവം തരുന്ന ജീവിത സാഹചര്യങ്ങളിൽ സമൃദ്ധരായി ജീവിക്കാൻ നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. തെറ്റായ മോഹങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് ഹവ്വയുടെ ജീവിതവും. ഹവ്വ പാപത്തിൽ വീഴാനുള്ള കാരണം എന്താണ്? മോഹിക്കാത്തത് മോഹിച്ചു എന്നുള്ളതാണ്. ഉള്ള അവസ്ഥയിലുള്ള തൃപ്തിപ്പെട്ടില്ല, അതാണ് അതിൻ്റെ ഒരു കാരണം. അല്ലെങ്കിൽ പാപം ലോകത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അസംതൃപ്തിയാണ്. ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു. മനോഹരമായിട്ടുള്ള ഒരു ഏദൻ തോട്ടത്തിലാണ് അവരെ ഉണ്ടാക്കിയത്. സന്തോഷത്തോടും സമൃദ്ധിയോടും കൂടി ജീവിക്കാൻ ആവശ്യമായതെല്ലാം ആ തോട്ടത്തിൽ ഉണ്ടായിരുന്നു. ദൈവം സൃഷ്ടിച്ചതായ മനുഷ്യരാണ് ആദമിനെ അവർക്ക് കർത്താവായിട്ട് നല്ല സഖിയായിട്ടുണ്ടായിരുന്നു. കൂടാതെ മനോഹരമായ പൂക്കൾ, മരങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, നദികൾ, ദൈവവുമായിട്ടുള്ള നല്ല കൂട്ടായ്മ, ദൈവവുമായി ഒന്നിച്ച് നടക്കുന്ന അനുഭവം, ഇങ്ങനെ എന്തെല്ലാം ഉണ്ട്. അവർക്ക് സന്തോഷിക്കുവാൻ ഇഷ്ടംപോലെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം ഒരു കൽപ്പനയും ഒരു വാണിയും കൊടുത്തു. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ആദവും ഹവ്വയും അത് വിശ്വസിച്ചു. അത് അവർ കുറേ നാളത്തേക്ക് തിന്നില്ല. ഒരു ദിവസം ഹവ്വ തനിയെ ഇരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? സാത്താൻ ഹവ്വയുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ടു. സംഭാഷണം അങ്ങനെ പോയി നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലത്തെക്കുറിച്ചായി. അപ്പോൾ സാത്താൻ പറഞ്ഞ് എന്താണ്? ഈ ഫലത്തിൻ്റെ ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ ഫലം തിന്നാൽ മരിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞുവെങ്കിലും അത് ദൈവം നുണ പറഞ്ഞതാണ്. അങ്ങനെ സംഭവിക്കുകയില്ല. നന്മകളെക്കുറിച്ചുള്ള ആ ഫലം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും, അതാണ് ശരിയായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞ് അങ്ങനെ അവരെ പറഞ്ഞ് മോഹിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു. അവ പാപത്തിൽ വീണു, ദൈവത്തെ നഷ്ടപ്പെടുത്തി. അപ്പോൾ ആ തെറ്റായ ഒരു മോഹത്തിൽ വന്നു. അതിൻ്റെ പാപത്തിൻ്റെ ഫലം പാപത്തിലേക്ക് അവളെ വീഴ്ത്തി. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുക ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം വെളിച്ചിട്ട് മരണത്തെ പെടുന്നു. അപ്പോൾ ഇവിടെയാണ് തെറ്റുവന്നത്. എങ്ങനെയാണ്? തെറ്റായ ഒരു മോഹം വരും, അതിൽ നിന്നും അത് ഒരു പാപത്തിലേക്ക് അങ്ങനെ വഴി തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. സാത്താൻ ദൈവമക്കളെ പാപത്തിൽ വീഴ്ത്താൻ ഉപയോഗിക്കുന്ന ഒരു മാർഗം തെറ്റായ മോഹങ്ങളിലേക്ക് നമ്മളെ വീഴ്ത്തുക എന്നുള്ളതാണ്. അങ്ങനെ സമൃദ്ധിയില്ലാത്ത ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകും. ഹവ്വയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. സാത്താൻ തോട്ടത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഹവ്വ ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്നു, അനുസരിച്ചിരുന്നു. നന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം അവൾ പലപ്പോഴും കണ്ടിരുന്നു, അത് കണ്ട് ആസ്വദിച്ചിരുന്നു. എന്നാൽ അവർക്ക് തിന്നണമെന്നുള്ളൊരു ആഗ്രഹം പോലും വന്നില്ല. ദൈവത്തിൻ്റെ കൽപ്പനകളെ ധിക്കരിച്ച് പഴം തിന്നുവാനുള്ള ഒരു മോഹം പോലും അവൾക്ക് വന്നില്ല. ആ ഫലത്തിൽ അവർ ആകൃഷ്ടിയായിരുന്നുമില്ല. എന്നാൽ സാത്താൻ വന്നു, വഞ്ചിച്ചു, തെറ്റായ മോഹത്തിലേക്ക് നയിച്ചപ്പോൾ തോട്ടത്തിലെ മറ്റുള്ള ഫലങ്ങൾ
അതെല്ലാം അവൾക്കുണ്ടായിരുന്നു, അതിൽ തൃപ്തിയായിരുന്നു അവൾ. ഇപ്പോഴും അവൾക്ക് അതിൽ തൃപ്തിയില്ല. ആ സംതൃപ്തി അവിടെ നഷ്ടപ്പെട്ടു. താൻ ദൈവത്തെ പോലെ ആകുമെന്ന് സാത്താൻ പറഞ്ഞപ്പോൾ ആ ഫലം തന്നെ പറിച്ചു തിന്നണം എന്നുള്ളതായ വലിയൊരു മോഹമാണ് തന്നിലേക്ക് വന്നത്. അങ്ങനെ തിന്നിരുന്ന ദൈവം പറഞ്ഞതായ പഴം അവൾ പറിച്ചു തിന്നു. ഉള്ള അവസ്ഥയിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. കണ്ണിനെയുമ്പോൾ രുചികരമായ മറ്റനേക പഴങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും അവൾ തൃപ്തിപ്പെട്ടില്ല. ദൈവം തിന്നരുതെന്ന് പറഞ്ഞ ആ പഴത്തെ തന്നെ ഉപയോഗിച്ച് സാത്താൻ ആദമിനെയും ഹവ്വയെയും പാപത്തിൽ വീഴിക്കാൻ ചെയ്തു. ഹവ്വയിൽ നിന്നും നമുക്കും ഈ സ്വഭാവം കിട്ടിയിട്ടില്ലേ? തലമുറകൾ എത്രയോ കഴിഞ്ഞു, എന്നിട്ടും ആ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെയും നമ്മൾ ആ സ്വഭാവത്തിൽ തന്നെ എങ്ങനെ തെറ്റായ മോഹങ്ങളിലേക്ക് പാപത്തിലേക്ക് വീഴുന്നില്ലയോ? ഇന്ന് പരസ്യങ്ങളെല്ലാം എന്താണ് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമില്ലാത്ത പലതും വാങ്ങിക്കാൻ നമ്മൾ ഇങ്ങനെ പ്രലോഭിച്ചുകൊണ്ടിരിക്കും. അവരുടെ ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഈ പരസ്യങ്ങൾ കാണുമ്പോൾ അതെല്ലാം വാങ്ങിച്ചു കൊടുക്കുമെന്നുള്ള ആഗ്രഹമാണ് തെറ്റായ നിലയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കണം, പരസ്യങ്ങൾ നല്ലതാണ്, എന്താണ് മാർക്കറ്റിൽ കിട്ടുന്നതൊക്കെ അറിഞ്ഞാലല്ലേ അത് സാധിക്കുള്ളൂ. പക്ഷേ മാർക്കറ്റിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും അല്ലെ മറ്റുള്ളവർക്ക് അതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് പോയി വാങ്ങിച്ച് എല്ലാം വാങ്ങിച്ചു കൂട്ടിക്കൊണ്ട് വയ്ക്കും. നമ്മൾ പലപ്പോഴും ഒന്നും ഉപയോഗിക്കുകയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരും. ഒടുവിൽ അങ്ങനെ വാങ്ങിച്ചു കൂട്ടി അവൻ്റെ കടഭാരത്തിലേക്ക് വരുന്ന പലരുമുണ്ട്. കൂടുതൽ നമ്മെ അസംതൃപ്തരാക്കുകയും ചെയ്യുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ നമുക്ക് പഠിക്കേണ്ടത് ആവശ്യമാണ്. സാത്താൻ്റെ വീഴ്ചയുടെ കാരണവും അതുതന്നെയാണല്ലോ. അവൻ്റെ അസംതൃപ്തിയാണ് ദൈവത്തേക്കാൾ വലിയവനാവണം എന്നുള്ള വലിയൊരു വ്യാമോഹം അവനെ താഴ്ചയിലേക്ക് കൊണ്ടുപോയി. യെശയ്യാവിൻ്റെ പുസ്തകം 14-13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാധാന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഹൃദയത്തിൽ താൻ പറഞ്ഞത് ദൈവം അത് മനസ്സിലാക്കി. എന്നാൽ പിന്നെ ദൈവം അവനെ എന്താ ചെയ്തത്? എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശരൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴുമെന്നാണ് ദൈവം പറഞ്ഞത്. അവന് ദൈവത്തേക്കാൾ വലിയവനായൊരു ആകണമെന്നുള്ള വലിയൊരു ആഗ്രഹം സാത്താൻ്റെ ഹൃദയത്തിൽ വന്നപ്പോഴേ ദൈവം അവനെ താഴ്ത്തി നരകത്തിലേക്ക് തള്ളിയിടുകയാണ് ചെയ്തത്. അപ്പോൾ ദൈവം ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് സാത്താൻ തൃപ്തനായിരുന്നില്ല. അതുകൊണ്ട് ദൈവം അവനെ ശിക്ഷിച്ചു, നിത്യ നരകത്തിലേക്ക് തള്ളിയിടുകയാണ് ചെയ്തത്. എന്നാൽ സാത്താൻ ആഗ്രഹിച്ചതുപോലെ ദൈവത്തേക്കാൾ വലിയവനാകണമെന്നൊന്നും നമ്മൾ ആഗ്രഹിക്കുകയില്ല. എന്നാൽ പലപ്പോഴും ദൈവം ആക്കി വയ്ക്കുന്ന സ്ഥാനത്ത് നമ്മൾ സംതൃപ്തിയില്ലാതെ ദൈവഹിതത്തിന് എതിരായി പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ശ്രമിക്കും. പാപത്തിൻ്റെ വഴികളിലേക്ക് അതൊക്കെ നമ്മളെ തള്ളിയിടും. സംതൃപ്തി ഇല്ലാത്തവർ സ്വന്തം കഴിവിലും ബുദ്ധിയിലും ആശ്രയിച്ച് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ദൈവത്തിന് കീഴ്പ്പെട്ടാൽ സ്വാതന്ത്ര്യം മുഴുവനും നഷ്ടപ്പെടുക എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് സാത്താനാൽ ബന്ധിക്കപ്പെടാതെ ദൈവത്തിൻ്റെ സർവാധികാരത്തെ മാനിച്ച് ദൈവത്തെ തന്നെ ആശ്രയിച്ച് സമൃദ്ധമായി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. പിന്നീട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് എന്താവുന്നത്, അസംതൃപ്തി എന്നത് ഒരു വലിയ പാപമാണ്. ഒരു പാപമാണെന്ന് മാത്രമല്ല, വലിയ പാപത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. മറ്റ് പല പാപങ്ങളിലേക്ക് അസംതൃപ്തി നമ്മളെ നയിക്കും. ഒരു ഉദാഹരണമാണ് പിറുപിറുപ്പ്. പിറുപിറുപ്പ് എന്നത് ദൈവസന്നിധിയിൽ ഒരു പാപമാണ്. ഈ പാപം ഉടലെടുക്കുന്നത് എവിടെ നിന്നാണ്? സംതൃപ്തിയില്ലായ്മയിൽ നിന്നാണ്, അസംതൃപ്തിയിൽ നിന്നാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യും. എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യും. ഇസ്രായേൽ മകളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പാപം എന്താണ്? അവരുടെ പിറുപിറുപ്പാണ്. ദൈവം അവരെ മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്നും കനാനിലേക്ക് കൊണ്ടുവരുമ്പോൾ എത്രയോ സന്ദർഭങ്ങളിലാണ് അവർ പിറുപിറുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോസ്തലനായ പൗലോസ് അതിനെപ്പറ്റി 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവരിൽ ചിലർ പിറുപിറുത്തു സംഹാരിയാൽ നശിച്ചു പോയതുപോലെ
നിങ്ങൾ പിറുപിറുക്കരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോക അവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ. അപ്പോൾ എന്തുകൊണ്ടാണ് നാം പിറുപിറുക്കുന്നത്? ഇപ്പോഴത്തെ അവസ്ഥയിൽ നാം തൃപ്തരല്ല, നാം സംതൃപ്തരല്ല എന്നതാണ്. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഗുഡ് ഓൾഡ് ഡേയ്സ്. പഴയ കാലം എത്ര നല്ലതായിരുന്നു എന്ന് പറയും. പക്ഷേ പഴയ കാലത്തേക്കാൾ എത്രയോ ബെറ്ററായിട്ടുള്ള ജീവിതം സൗകര്യങ്ങളാണ് എന്നുള്ളത് നമ്മളിന്ന് കമ്പയർ ചെയ്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ നമ്മൾ തൃപ്തി അടയുന്നില്ല. അവർക്കുള്ളതുപോലെ തനിക്കൊരു വലിയ കാറും വീടും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ആഗ്രഹിച്ച് പിറുപിറുക്കുന്ന അനേകരുണ്ട്. അതൊക്കെ നമ്മളെ അസമൃദ്ധിയിലേക്കാണ് നയിക്കുന്നത്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ സമൃദ്ധിയായി ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉള്ളത്. ആ സാഹചര്യം കിട്ടിയില്ലെങ്കിൽ അങ്ങനെ പിറുപിറുക്കുക എന്നുള്ളത് ഒരു തെറ്റായ ഭാവത്തിലേക്ക് വീഴുകയും ചെയ്യും. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാർ പിറുപിറുത്തു. യഹോവ കേട്ടു, അവൻ്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി, പാളയത്തിൻ്റെ അറ്റത്തെ വെള്ളവരെ ദഹിപ്പിച്ചു. അത്രമാത്രം ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പിറുപിറുപ്പ്. ഈ പിറുപിറുപ്പ് അസമൃദ്ധിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പിറുപിറുപ്പ് ദൈവത്തെ ചോദ്യം ചെയ്യുകയാണ്. ജനത്തിന് ആവശ്യത്തിന് ദൈവം മതിയായവനാണ് എന്ന് വിശ്വസിക്കാനായിട്ട് ഇസ്രായേൽ മക്കൾക്ക് കഴിഞ്ഞില്ല. വാഗ്ദത്തങ്ങൾ വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ പിറുപിറുപ്പ് എന്ന പാപം ദൈവം വെറുക്കുന്നു. പിറുപിറുപ്പ് അസമൃദ്ധിയിൽ നിന്ന് ഉണ്ടാകുന്നു. അസമൃദ്ധി ദൈവത്തിനും ദൈവത്തിൻ്റെ സർവാധികാരത്തിനും കീഴ്പ്പെടാത്തതിൽ നിന്നും ആണ് ഉണ്ടാകുന്നത്. വേറൊരു പാപമാണ് ദ്രവ്യാഗ്രഹം. അതായത് സമ്പത്തിൽ അസമൃദ്ധി. അസമൃദ്ധിയിൽ നിന്നും ഉടലെടുക്കുന്ന മറ്റൊരു പാപമാണ് ദ്രവ്യാഗ്രഹം. ഉള്ളത് പോരാ, ഇനിയും വേണം എന്ന ആഗ്രഹം. ദൈവം തന്നതിനേക്കാൾ അധികം ന്യായവിരുദ്ധമായിട്ടാണെങ്കിൽ തന്നെ സമ്പാദിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹമാണ് ദ്രവ്യാഗ്രഹം. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമുക്ക് പല ഉദാഹരണങ്ങൾ അതിനെ കാണാനായിട്ട് സാധിക്കും. ഞാനെല്ലാ ഉദാഹരണങ്ങളൊന്നും എടുക്കുന്നില്ല. ഗേഹസിയുടെ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൻ്റെ 20-27 വരെയുള്ള വാക്യങ്ങളിൽ ഗേഹസിയെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ആരാൻ രാജാവിൻ്റെ സേനാധിപതി നയമാനെ പറ്റി പറയുന്നുണ്ട്. താനൊരു കുഷ്ഠരോഗിയായിരുന്നു. രോഗസൗഖ്യത്തിന് വേണ്ടി താൻ എലീശ പ്രവാചകനെ എടുത്തുപോയി. എലീശ പ്രവാചകൻ പറഞ്ഞതനുസരിച്ചിട്ട് യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങി. അങ്ങനെ മുങ്ങിക്കഴിഞ്ഞതിന് ശേഷം തനിക്ക് കുഷ്ഠരോഗത്തിൽ നിന്നും വിടുതൽ ലഭിച്ചു. അതിന് പ്രത്യുപകാരമായിട്ട് താൻ കൊണ്ടുവന്ന ചില വിശേഷ സാധനങ്ങൾ എലീശയ്ക്ക് കൊടുക്കാനായിട്ട് താൻ ഒരുങ്ങി. പക്ഷേ എലീശ അത് നിരസിച്ചു. എലീശ അത് നിരസിച്ചെങ്കിലും അതെൻ്റെ ഭൃത്യനായ ഗേഹസിക്ക് അത് കിട്ടണമെന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായി. ഗേഹസി എന്താണ് ചെയ്തത്? നയമാൻ്റെ പുറകെ ചെന്ന് നുണ പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്നും 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും ചോദിച്ചു. നയമാൻ 1 താലന്തിന് പകരം 2 താലന്ത് വെള്ളി കൊടുത്തു, 2 കൂട്ടം വസ്ത്രവും കൊടുത്തു. ഗേഹസി ഒന്നും അറിയാത്ത മട്ടിൽ എലീശയുടെ അടുത്ത് ചെന്നു. എലീശ അവനോട് നീ എവിടെ പോയി എന്ന് ചോദിച്ചതിന് ഞാൻ എന്നും പോയില്ല എന്ന് പറഞ്ഞു. എന്നാൽ എലീശയ്ക്ക് ദൈവം സത്യം വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. അതുകൊണ്ട് എലീശ ഉടനെ തന്നെ പറഞ്ഞു, നയമാൻ്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കും. ഗേഹസിക്ക് മാത്രമല്ല, ഗേഹസിയുടെ കുടുംബത്തിനും എന്നേക്കും. അങ്ങനെ ആ കുടുംബം മുഴുവനും നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും കാരണമാണ് എന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സമൃദ്ധിക്ക് വേണ്ടി കൂടുതൽ ലഭിക്കണമെന്നുള്ള മോഹത്തിൽ പലതും ചെയ്യും. പക്ഷേ അത് നമ്മുടെ തലമുറകളെ തന്നെ നശിപ്പിച്ചു കളയുന്നോണം ഇടയാകും എന്നുള്ള സത്യം നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം അന്ന് ശിക്ഷിച്ചതുപോലെ ഇന്നും നമുക്ക് അവരെ പലരെയും ശിക്ഷിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ മനോഭാവത്തിനോ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനോ ഒന്നും വ്യത്യാസം വന്നിട്ടില്ല. ദൈവം നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് ശാരീരികമായ രീതിയിൽ
ശിക്ഷയിൽ ഇളവുണ്ടെങ്കിലും ആത്മീയമായ രീതിയിൽ പല കുടുംബങ്ങളും നശിച്ചു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് ശാരീരികമായ ആ ശിക്ഷയേക്കാൾ വലിയ വേദനാജനകമായ ഒരു ശിക്ഷ തന്നെയാണ് ആത്മീയമായിട്ട് പാരമ്പര്യമായിട്ട് കുടുംബങ്ങൾ നശിച്ചു പോകുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവാഗ്രഹത്തിന് വളരെ അധികം വചനം വളരെ പ്രത്യക്ഷമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു രീതി നമുക്ക് ഉണ്ടായിരിക്കണം. നാം അത് ആത്മാർത്ഥമായിട്ട് നാം അത് ആഗ്രഹിക്കുകയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പാപത്തിൻ്റെ ആ വഴിയിലേക്ക് നമ്മൾ പോകാൻ നോക്കണം. നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. പിന്നീട് സംതൃപ്തിയുള്ളവരായിട്ട് ജീവിക്കാൻ നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മളെ പഠിപ്പിക്കും എങ്ങനെയാണ് സംതൃപ്തിയുള്ളവരായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. എങ്ങനെയാണ് ദൈവം പഠിപ്പിക്കുന്നത്? ജീവിതത്തിൻ്റെ പല അനുഭവങ്ങൾ കൂടി ദൈവം നമ്മളെ കടത്തിവിടും. എങ്കിൽ മാത്രമേ സംതൃപ്തിയുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് നാം പഠിക്കുകയുള്ളൂ. ഫിലിപ്പിയർ എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, ഉള്ള അവസ്ഥയിൽ ഫലഭാവത്തോടിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്ക് അറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എന്നെ ശക്തനാകുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? പഠിച്ചിട്ടുണ്ട്, ശീലിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കണമെങ്കിൽ പല അനുഭവത്തിൽ കൂടി പോയെങ്കിലേ അത് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഒടുവിൽ പറയുന്നത് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഏത് സാഹചര്യത്തിലും തൃപ്തനായിരിക്കാൻ താൻ പൗലോസപ്പോസ്തലൻ പഠിച്ചിട്ടുണ്ട്, ശീലിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ജീവിതത്തിൻ്റെ പല അനുഭവങ്ങൾ കൂടി കടത്തിവിട്ട് ദൈവം പഠിപ്പിച്ചു. സമൃദ്ധിയെപ്പറ്റി അപ്പോസ്തലനായ പൗലോസിനെ പഠിപ്പിക്കാൻ പല സാഹചര്യങ്ങൾ കൂടി കടത്തിവിട്ടു. സമൃദ്ധി എന്ന സ്വഭാവവിശേഷം ഏറ്റവും വലിയ സ്വഭാവവിശേഷമായിട്ട് താൻ കരുതി. തൻ്റെ 2ാം മിഷണറി യാത്രയിൽ റോമിൽ ജയിലിൽ കിടക്കുമ്പോഴാണ് താൻ സമൃദ്ധിയെപ്പറ്റിയും സന്തോഷത്തെപ്പറ്റിയും ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സാഹചര്യങ്ങൾ കൂടി ദൈവം എപ്പോഴും അങ്ങനെ തരികയാണെങ്കിൽ നമ്മൾ സമൃദ്ധിയെപ്പറ്റി പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ദൈവം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടി കടത്തി വിടുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മൾ കീഴ്പ്പെടുവാണെങ്കിൽ നമുക്ക് സമൃദ്ധമായിട്ട് ജീവിക്കാൻ ദൈവം നമ്മളെ അങ്ങനെ ആ നിലയിൽ സഹായിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് തരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് സമൃദ്ധി നേടുന്ന നപ്പോണം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ആശ്രയിക്കണം. ദൈവം നമ്മളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് നാം വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. പൗലോസപ്പോസ്തലൻ കടന്നുപോയ സാഹചര്യങ്ങളെപ്പറ്റി 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വിശദീകരിച്ച് അവിടെ പറയുന്നുണ്ട്. അവിടെ ഏകദേശം 24 സാഹചര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അവിടെ എന്നും താൻ പരാതി പറഞ്ഞില്ല, വെറുതെടുത്തില്ല. ദൈവത്തിൽ തന്നെ താനെ കീഴ്പ്പെടുത്തി ദൈവം നിവർത്തിക്കുകയാണ് ചെയ്തത്. 1 കൊരിന്ത്യർ 11-1 പൗലോസപ്പോസ്തലൻ പിന്നെ പറയുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുകയും. അപ്പോൾ പൗലോസപ്പോസ്തലൻ നമുക്കൊരു മാതൃക ആ നിലയിൽ കാണിച്ചു. അത് തനിക്ക് സമൃദ്ധനായി ജീവിക്കാൻ എങ്ങനെ സാധിച്ചു എന്ന് നമുക്കും ജീവിതത്തിൻ്റെ പൗലോസപ്പോസ്തലൻ്റെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. പൗലോസപ്പോസ്തലൻ തൻ്റെ കഴിവിൽ ആശ്രയിച്ചല്ല ആ സംതൃപ്തനായിട്ട് ജീവിക്കാൻ പഠിച്ചത്. പിന്നെ എങ്ങനെയാണ് എന്താണ് അവിടെ പറയുന്നത്? എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. അപ്പോൾ നമുക്കും അത് ആ വാഗ്ദത്തം നമുക്കും നമ്മോട് തന്നെ പറയാനായിട്ട് സാധിക്കും. അപ്പോസ്തലനാകണമെന്നൊന്നുമില്ല, അങ്ങനെ സമൃദ്ധിയുള്ളവരായിട്ട് ജീവിക്കാൻ നമുക്കും സാധിക്കും. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് നാം വിശ്വസിച്ചാൽ മാത്രം മതി. അങ്ങനെയാകുമ്പോൾ ഏത് സാഹചര്യത്തിലും സമൃദ്ധരായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ദൈവം പല സന്ദർഭവും പല സംഭവങ്ങൾ കൂടി ഞങ്ങളെ അസമൃദ്ധിയായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ പലതും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയൊക്കെയും സമൃദ്ധിയുടെ അനുഭവത്തിൽ കൂടി ജീവിക്കാൻ
ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ അമേരിക്കയിലായിരുന്ന 10 കൊല്ലം ദൈവം പഠിപ്പിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും സമൃദ്ധിയുള്ളവരായിട്ട് ജീവിക്കുക എന്നതാണ്. പണം കയ്യിൽ കാണുകയില്ല, സെമിനാരിയിൽ ഫീസ് കൊടുക്കാൻ പണം കാണുകയില്ല, വീടിൻ്റെ വാടക കൊടുക്കാൻ പണം കാണുകയില്ല, കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം വാങ്ങിക്കാൻ പണം കാണുകയില്ല. പക്ഷേ പരാതി പറയാൻ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടവന്നിട്ടില്ല. ആ സമൃദ്ധിയുടെ നാട്ടിൽ ഞങ്ങളെ കൊണ്ടുവരുന്ന ദൈവം പഠിപ്പിച്ച വലിയൊരു സത്യമാണ് എങ്ങനെ സമൃദ്ധരായിട്ട് ജീവിക്കാം എന്നുള്ളത്. അത് ആ വർഷങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷങ്ങൾ എന്ന് പറയുന്നത്. അത് പഠിപ്പിച്ചതിന് ശേഷം ഞങ്ങളെ ഇങ്ങനെ കേരളത്തിലേക്ക് വിട്ടത്. അതിന് ശേഷമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഏകദേശം കുറേയൊക്കെ ആ കാര്യങ്ങളും അന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 3 പേരാണ്. അവർക്കത് മനസ്സിലാക്കുന്നത്. അവർ നാട്ടിൽ വന്നിട്ടും ഒരു പരാതി അവരുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. വളരെ മോശമായ വീട്ടിലാണ് ഞങ്ങൾക്ക് താമസിക്കാൻ കിട്ടിയത്. അവർ ജീവിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ നിന്നും എത്രയോ മടങ്ങ് അങ്ങനെ താഴ്ന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്ക് ദൈവം ഞങ്ങൾക്ക് തൃശ്ശൂരിലൂടെ വീട് വന്നു. പക്ഷേ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു പരാതി പറഞ്ഞില്ല എന്നതാണ്. പക്ഷെ അവരെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചാണ് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ഇവിടുത്തെ സൗകര്യങ്ങളൊന്നും ലഭിക്കുകയില്ല, നമ്മളൊരു മിഷണറിമാരായിട്ടാണ് പോകുന്നത്, കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്. അതുപോലെ തന്നെ സംഭവിച്ചു. അത് ദൈവം നിങ്ങളെ പഠിപ്പിച്ചു. അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതം നോക്കുക. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട ജീവിക്കാൻ പഠിച്ച ഒരു കുടുംബമാണ് അബ്രഹാമിൻ്റെയും സാറയുടെയും. ഫിലിപ്പിലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12 താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം, തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ തന്നെപ്പറ്റി പറയുന്ന വാക്കുകളാണ്. എന്നാൽ ഈ വാക്കുകൾ അബ്രഹാമിനെയും സാറയെയും പറ്റി പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. അവർ കൊട്ടാര സമാനമായ വീട്ടിൽ വസിച്ചപ്പോഴും കൂടാരവാസികളായി ജീവിച്ചപ്പോഴും അവരുടെ മനോഭാവം ഒന്നായിരുന്നു. സമൃദ്ധി സമാധാനം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ധാരാളമായി ഉണ്ടായിരുന്നപ്പോൾ അതിൽ അഹങ്കരിച്ചില്ല. കൂടാരവാസിയായിരുന്നപ്പോൾ അത് ദുഃഖിക്കുകയോ പരാതി പറയുകയോ പ്രതികരിക്കുകയോ ചെയ്തില്ല. കൂടാരത്തിൽ സ്ഥലമില്ലായിരുന്നെങ്കിലും അതിൽ സൽക്കാരത്തിന് അവർക്ക് മുടക്കം വന്നില്ല. കൂടാരത്തിൽ സ്ഥലമില്ലായിരുന്നെങ്കിലും മരത്തിൻ്റെ തണലിൽ അവരെ സംതൃപ്തിപ്പെട്ടു. ദൂതന്മാരെ സൽക്കരിച്ചായിട്ട് നമുക്കറിയാം. സാറ മരിക്കുമ്പോൾ അവൾക്ക് 127 വയസ്സായിരുന്നു. അതിൽ 62 വർഷങ്ങൾ അവൾ കൂടാരവാസിയായിട്ടാണ് ജീവിച്ചത്. സാറ മരിക്കുമ്പോൾ അവളെ അടക്കുവാൻ അബ്രഹാമിന് സ്വന്തമായ സ്ഥലമില്ല. തൻ്റെ ബന്ധുക്കളും സ്നേഹിതരും നല്ല വീടുകളിലൊക്കെ താമസിച്ച് അങ്ങനെ കഴിയുമ്പോൾ ദൈവവിളി കേട്ട് ഇറങ്ങിപ്പോകുന്നത് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് സാറ ഒരിക്കലും പറഞ്ഞില്ല, അബ്രഹാം പറഞ്ഞിട്ടില്ല. അതാണ് സംതൃപ്തമായുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്. ഇയ്യോബിൻ്റെ ജീവിതം നോക്കുക. ഇയ്യോബ് വളരെ ധനവാനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അതേസമയം തന്നെ ദൈവഭക്തനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. തനിക്ക് സമ്പത്ത് ധാരാളം ഉണ്ടായിരുന്നു, ആടുമാടുകളുണ്ടായിരുന്നു, സ്വത്തുണ്ടായിരുന്നു. എന്നാൽ അവയിലൊന്നും താൻ ആശ്രയിച്ചില്ല. ഇതൊക്കെ അനുഭവിക്കാൻ തന്ന ദൈവത്തിലായിരുന്നു തൻ്റെ ആശ്രയം. അതുകൊണ്ട് കഷ്ടതയുടെ മധ്യത്തിലും തനിക്ക് സമൃദ്ധനായിട്ട് ജീവിക്കാനായിട്ട് സാധിച്ചു. ആവർത്തന പുസ്തകം 8:17 ഇങ്ങനെ പറയുന്നു: എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമൃദ്ധുണ്ടാക്കി എല്ലാം എൻ്റെ ഹൃദയത്തിൽ പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും. ദൈവം തന്നെ ഇയ്യോബിനെ പറ്റി സാക്ഷ്യം പറയുന്നു, താൻ ദൈവഭക്തനും ദോഷമുറ്റവനായിരുന്നു എന്നാണ്. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഒരു ദിവസം തന്നെ തൻ്റെ 7 പുത്രന്മാരും 3 പുത്രിമാരും അവരുടെ കുടുംബം മുഴുവനും ഇയ്യോബിൽ നിന്നും ദൈവം മാറ്റിക്കളഞ്ഞു. മാത്രമല്ല അവരുടെ ആടുമാടുകൾ, വേലക്കാർ എല്ലാം ഒരേ സമയത്ത് ദൈവം മാറ്റിക്കളഞ്ഞു. തനിക്ക് ഈ ഭൂമിയിലുണ്ടായിരുന്ന എല്ലാ ഭൗമിക നന്മകളും നഷ്ടമായി. എന്നാൽ ഇയ്യോബ് പുറത്തില്ല, ദൈവത്തെ കുറ്റം പറഞ്ഞില്ല. ഇയ്യോബ് എന്താണ് പറഞ്ഞത്? നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്നും പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബ് ഒരിക്കലും തൻ്റെ ധനത്തിലോ മക്കളിലോ ആശ്രയിച്ചില്ല. ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞു: ഞാൻ പൊന്നെ എൻ്റെ ശരണമാക്കുന്നു,
തങ്കത്തോടെ നീ എൻ്റെ ആശ്രയം എന്ന് പറഞ്ഞുവെങ്കിൽ എൻ്റെ ധനം വളരെ ആയിരിക്കുമെന്നോ എൻ്റെ കൈ അധികം സമ്പാദിച്ചതുകൊണ്ടും ഞാൻ സന്തോഷിച്ചുവെങ്കിൽ എന്നാണ്. അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല. ഒടുവിൽ ദൈവം ഇയ്യോബിനെ അനുഗ്രഹിച്ചു. എന്താണ് സംഭവിച്ചത്? ഈ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെയും തൊട്ടു. അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു. ഭാര്യ തനിക്കായി എതിരായിട്ട് സംസാരിച്ചു. തന്നെ ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതന്മാരെന്താണ് ചെയ്തത്? തനിക്കെതിരായി സംസാരിച്ചു. എങ്കിലും താൻ ദൈവസന്നിധിയിൽ തൃപ്തനായിരിക്കുന്നു. ദൈവം പറയുന്നു, എൻ്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു, എൻ്റെ കണ്ണോ ദൈവത്തിലേക്ക് കണ്ണീർ പൊഴിക്കുന്നു. അവരെന്നെ പരിഹസിക്കുകയാണ്, പക്ഷെ ഞാൻ യഹോവയിലേക്ക് എൻ്റെ കണ്ണുകളെ ഉയർത്തും. ഇന്ന് എത്രയോ കർഷകരാണ് കൃഷി നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നത്. എന്നാൽ ഇയ്യോബ് തൻ്റെ സാഹചര്യങ്ങളെ എത്ര ധൈര്യത്തോടും സമാധാനത്തോടും ദൈവ ആശ്രയത്തോടും കൂടിയാണ് തരണം ചെയ്തത്. അനുകൂല സാഹചര്യങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തെ തന്നെ ആശ്രയം വെച്ചു. ദൈവത്തിൻ്റെ സർവാധികാരത്തെ മാനിച്ച് സമൃദ്ധമായി ജീവിക്കാൻ നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. കഷ്ടതയിലൂടെ കടന്നുപോയതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെപ്പറ്റി ഒന്നുകൂടി കാണുവാൻ തൊക്കോളം യോബിന് സാധിച്ചു. യോബ് ഇങ്ങനെയാണ് പറയുന്നത്, 42-ന്റെ 5-6 വാക്യങ്ങൾ. ഞാൻ നിന്നെ കൊച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ശാലത്തിലും അനുഭവിക്കുന്നു. യഹോവ അവൻ്റെ സ്ഥിതിക്കെല്ലാം മാറ്റം വരുത്തി. മുമ്പെയുണ്ടായിരുന്നതൊക്കെയും യഹോവ തിരികെ ഇരട്ടിയായിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. മാത്രമല്ല, ദൈവം അവർക്ക് വീണ്ടും 7 പുത്രന്മാരെയും 3 പുത്രിമാരെയും ദാനമായിട്ട് കൊടുത്തു. അവർക്ക് സന്തോഷമായുള്ള ഒരു കുടുംബജീവിതം കൊടുത്തു. മക്കളെയും കൊച്ചുമക്കളെയും 4 തലമുറകളെയും കാണുവാൻ തൊക്കണം വലിയൊരു ഭാഗ്യമാണ് ദൈവം അവർക്ക് കൊടുത്തത്. അപ്പോൾ സംതൃപ്തിയായിട്ട് അവർ ജീവിച്ചത് മുഖാന്തരം ദൈവം അവരെ മറന്നില്ല. ദൈവം തൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസ്തനായിരുന്നു. തൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമൊന്നും വരികയില്ല. ഇപ്പോൾ നാം പറഞ്ഞത് സാമ്പത്തികമായി ഉന്നതയിൽ നിന്നും താഴ്ചയിലേക്ക് പോയ 2 കുടുംബങ്ങളെ പറ്റിയാണ്. എന്നാൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും വിധവമാർക്കും സമൃദ്ധിയായി ജീവിക്കാൻ കഴിയും എന്ന് വിവരണം കാണിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വിധവയായ സ്ത്രീയെപ്പറ്റി പറയുന്നുണ്ട്. അവൾ വിധവയായിരുന്നെങ്കിലും തനിക്കുള്ളത് ഒരു ഭാഗം കർത്താവിന് വേണ്ടി എപ്പോഴും കൊടുക്കുവാൻ മനസ്സുള്ളവളായിരുന്നു. വിധവമാർ പലപ്പോഴും ദരിദ്രരാണ്. കാരണം പണമൊന്നും അവർക്ക് കയ്യില്ലായിരിക്കും. പക്ഷെ ഈ വിധവ കർത്താവിന് വേണ്ടി കൊടുക്കാൻ വളരെയധികം ആഗ്രഹിച്ചു. തനിക്കുള്ളത് മുഴുവൻ ഇവിടെ കൊടുത്തിട്ട് എത്രമാത്രം ഉണ്ടായിരുന്നു? 1 പൈസയാണ് കൊടുത്തത്. 1 പൈസ എന്ന് പറയുമ്പോൾ അത് 2 ചില്ലി കാശാണ്. ആ 1 പൈസ കൊടുക്കണമെങ്കിൽ പലപ്പോഴും നമുക്കൊരു നാണം കേട് തോന്നില്ലേ? ദൈവത്തിൻ്റെ ആലയത്തിൽ വന്നിട്ട് 1 പൈസ കൊണ്ട് സ്തോത്രം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഉണ്ടെങ്കിലും കൊടുക്കുകയില്ല. നമ്മൾ ഇതെങ്ങനെയാണ് ദൈവത്തിന് കൊടുക്കുന്നതെന്നാണ്. പക്ഷേ ആ വിധവ അതൊന്നും അവളുടെ സമൃദ്ധിയെ ബാധിച്ചില്ല, കർത്താവിൻ്റെ സന്തോഷത്തെ ബാധിച്ചില്ല. കർത്താവ് അത് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അവർക്കും കാണാമായിരിക്കും. എന്നാലും ധനവാന്മാർ വളരെ ഇടുന്നുണ്ട്. പക്ഷേ ഇവള് ആ 1 പൈസ കിട്ടും. വിധവമാരായിരിക്കുന്നവരും ദരിദ്രരായിരിക്കുന്നവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഉള്ളത് കർത്താവിന് കൊടുക്കണം. അതിൽ നിന്ന് 1 ഭാഗം നിങ്ങൾക്ക് കിട്ടുന്നതിൽ 1 പൈസയാണെങ്കിലും അത് മാറ്റിവെച്ചിട്ട് കർത്താവിന് കൊടുക്കാൻ, അങ്ങനെ സമൃദ്ധി പെടുവാൻ നോക്കണം നിങ്ങൾക്ക് കഴിയണം. ഇല്ല എന്ന് നമുക്ക് പറയേണ്ട ആവശ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. വിധവന്മാർ മാത്രമല്ല, എല്ലാവരും തന്നെ അങ്ങനെ ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞ വിധവന്മാർ അത് രാജ്യം അനുഭവിക്കുന്നവരാണല്ലോ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന ആ രീതിയിൽ. എന്നാൽ അവർക്കും ദൈവത്തിന് വേണ്ടി കൊടുത്ത് സമൃദ്ധി പ്രാപിക്കാനായിട്ട് സാധിക്കും. ക്യാമ്പിന് വരുമ്പോഴും 1 പൈസയെ ഉണ്ടെങ്കിൽ ആ പൈസ കർത്താവിൻ്റെ നാമത്തിൽ കൊടുത്താൽ ദൈവം അതിനെ അനുഗ്രഹിക്കും. ഇവിടെ ധനവാന്മാർ വളരെ ഗുണമിട്ടു. ദൈവം അതൊന്നും കണ്ടില്ല. കർത്താവ് അതൊന്നും നോട്ട് ചെയ്ത കാര്യമാണ് ഈ 1 പൈസ ഇട്ട ആ വിധവയാണ്. കാരണം അവൾ ഇല്ലായ്മയിൽ നിന്ന് തനിക്ക് ഉള്ളതൊക്കെയും കണ്ടിരുന്നു. അവർ വളരെ സമൃദ്ധിയോടെ സന്തോഷത്തോടുകൂടിയാണ് അത് ചെയ്തത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ദൈവം അനാഥരുടെയും വിധവമാരുടെയും ദൈവമാണ്.
വേറൊരു വിധയെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 36-38 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഹന്ന എന്ന് പേരുന്നൊരു പ്രവാചകയെ പറ്റിയാണ് പറയുന്നത്. അവൾ വിവാഹിതയായിരുന്നു. എങ്കിൽ 7 വർഷം മാത്രമേ കുടുംബജീവിതം നയിക്കാനായിട്ട് സാധിച്ചുള്ളൂ. 84 വർഷത്തിലധികം വിധവയായിട്ട് ജീവിച്ചു. അവൾ 100-ലധികം വയസ്സ് ജീവിച്ചിരുന്ന സ്ത്രീയാണ്. മക്കളില്ലായിരുന്നു. അപ്പോൾ മക്കളുടെ സംരക്ഷണമൊന്നും അവൾക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ദേവാലയത്തിൻ്റെ ഒരു ഭാഗത്ത് അവൾ തനിയെ ജീവിച്ചു. 84 വർഷം വിധവയായിട്ട് അവളവിടെ ജീവിക്കുന്നു. സംതൃപ്തിയായിട്ട് ജീവിക്കുന്നു. യാതൊരു കുറവുമില്ല, പരാതിയില്ല, പരിഭവമില്ല. അവൾ പ്രാർത്ഥനയിലും അങ്ങനെ ഉപവാസത്തിലുമൊക്കെ അവിടെ സംതൃപ്തിയായിട്ട് ജീവിച്ചു. അത് ദൈവം അവളെ അനുഗ്രഹിച്ചു. അയ്യോബ് പറഞ്ഞതുപോലെ അവളും ഇങ്ങനെ പറഞ്ഞു കാണും. ദൈവം അയ്യോബ് പറഞ്ഞതുപോലെ അവളും ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ജീവിച്ച ഒരു സ്ത്രീയായിരുന്നു. അവൾ ആയുസ് മുഴുവനും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയും ഉപവാസത്തിലും പ്രാർത്ഥനയിലും സന്തോഷം കണ്ടെത്തിയ ഒരു സ്ത്രീയായിരുന്നു. അവസാനം വരെയും സന്തോഷവും സമാധാനവും സംതൃപ്തിയും അവളെ അനുഭവിച്ചു. ദൈവം അവളെ മാനിച്ചു. എങ്ങനെയാണ്? ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ് തന്നെ കാണണമെന്നുള്ള വലിയൊരു ആഗ്രഹം അവൾക്കുണ്ടായിരുന്നു. അത് അവൾക്ക് അനുവദിച്ചു കൊടുത്തു. എന്ന് മാത്രമല്ല, ശിശുവായ യേശുവിനെ കയ്യിലെടുക്കാനുള്ള ഒരു ഭാഗ്യവും അവൾക്ക് ലഭിച്ചു. അത് കഴിഞ്ഞ് അവൾ ലൂക്കോസിൻ്റെ സുവിശേഷം 2:28 ഇങ്ങനെ പറയുന്നു: യെരൂശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ മിഷൻ പ്രവർത്തനത്തിന് ആരംഭം കുറിച്ച വിധവയായുള്ള ഒരു സ്ത്രീയാണ് ഹന്ന. അപ്പോൾ വിധവയായിട്ടുള്ള സ്ത്രീകൾക്ക് അനേക കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ദൈവത്തിൽ ആശ്രയിച്ചാൽ വളരെ സമൃദ്ധമായുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. അത് പരാതി പറയാതെ, അത് പരിഭവങ്ങൾ പറയാതെ ദൈവസന്നിധിയിൽ സന്തോഷമായിട്ട് ജീവിതം എല്ലാവർക്കും അങ്ങനെ സാധിക്കുന്നതാണ്. അവസാനമായിട്ട് ഞാൻ വേറൊരു സ്ത്രീയുടെ കാര്യം കൊണ്ട് പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പലരും കേട്ടിട്ടുള്ള ഒരു പേരാണ് ഫാനി ക്രോസ്ബി. ഫാനി ക്രോസ്ബി എന്ന് പറയുന്നത് അനേക പാട്ടുകൾ, 8000-ലധികം പാട്ടുകൾ ഇംഗ്ലീഷിൽ ആത്മീയ ഗീതങ്ങൾ എഴുതിയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അമേരിക്കയിൽ ജനിച്ച ഒരു സ്ത്രീയാണ്. പക്ഷെ അവൾ ജനിച്ച് 6 ആഴ്ച കഴിഞ്ഞപ്പോൾ അവളുടെ കണ്ണിന് ഒരു ഇൻഫെക്ഷൻ വന്നു. ഒരു ഗ്രാമത്തിലാണ്, അമേരിക്കയിലെ ഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നത്. അവൾ ഇപ്പോഴൊന്നുമല്ല, 1920-ലാണ് അവൾ ജനിച്ചത്. ആ ഡോക്ടർ എന്തോ മരുന്ന് അവളുടെ കണ്ണിൽ തേച്ചു. അതോടുകൂടി അവളുടെ കാഴ്ച രണ്ടും നഷ്ടപ്പെട്ടു. 2 കണ്ണിൻ്റെയും കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് അധികം നാൾ കഴിയുന്നതും തന്നെ അവളുടെ പിതാവ് മരിച്ചു. പിന്നെ അവൾക്ക് അമ്മയും വലിയമ്മയുമുണ്ട്. ഇവർ 2 പേരാണ് ഈ മകളെ വളർത്തിയെടുത്തത്. അവളെ ചെറുപ്പത്തിൽ തന്നെ അവരെ വളരെ സ്നേഹിച്ച്, കണ്ണുകാഴ്ച കാഴ്ചയില്ലെങ്കിലും അവളെ സ്നേഹിച്ച് വളർത്തി. ബൈബിളൊക്കെ പഠിപ്പിച്ചു. ബൈബിൾ കാണാതെ പഠിക്കാനായിട്ട് അവളെ ഉത്സാഹിപ്പിച്ചു. അങ്ങനെ ബൈബിൾ വാക്യങ്ങളൊക്കെ പഠിച്ചു. അതിനുശേഷം പിന്നീട് അവളെ കാഴ്ചയില്ലാത്തവർ പഠിക്കുന്ന സ്കൂളിൽ, പഠിക്കുന്ന സ്കൂളിൽ അവളെ ആക്കി അവിടെ പഠിച്ചു. അതിനുശേഷം അവിടുത്തെ ഒരു ടീച്ചറായിട്ട് തന്നെ മാറി. അവസാനം അവിടുത്തെ ഒരു ടീച്ചറായിട്ടുള്ള ബ്ലൈൻഡായിട്ടുള്ള ഒരാളെ തന്നെ വിവാഹം കഴിച്ചു. അവളുടെ ജീവിതകാലത്ത് അവൾ 8000-ലധികം പാട്ടുകൾ, കണ്ണു കാണാത്ത സ്ത്രീ. ആ പാട്ടുകളൊക്കെ നമ്മളിപ്പോൾ പാടി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, നമ്മൾ ആശ്വാസം പ്രാപിക്കുന്നു. ആ ഇംഗ്ലീഷ് പാട്ടുകൾ ചിലത് ഞാൻ പറയാം. നമ്മൾ സാധാരണ പാടുന്ന പാട്ടുകൾ ചിലത് മാത്രം ഞാൻ പറയാം. ബ്ലെസ്സഡ് അഷ്വറൻസ്. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഇത് കണ്ണില്ലാത്ത ഒരു സ്ത്രീ എഴുതിയതാണ്? നമ്മൾ പാടുന്നില്ലേ? അതിൻ്റെ മലയാളം ഏത് പാട്ടാ? യേശുവൻ സ്വന്തം എന്നതായ പാട്ടാണ് അതിൻ്റെ മലയാളം. നമ്മൾ മലയാളവും പാടുന്നുണ്ട്, ഇംഗ്ലീഷും പാടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പുറകിൽ ഒരു കാഴ്ചയില്ലാത്ത ഒരു സ്ത്രീയാണ്. പിന്നീട് ടു ഗോഡ് ബി ദ ഗ്ലോറി, അത് നമ്മൾ സാധാരണ പാടുന്നൊരു പാട്ടാണ്. പിന്നെ പാസ് മീ നോട്ട് ഓ ജെന്റിൽ സേവിയർ, ഇതെല്ലാം നമുക്കറിയാം. പിന്നെ വേറൊരെണ്ണം സേഫ് ഇൻ ദ ആംസ് ഓഫ് ജീസസ്. ആ പാട്ട് സേഫ് ഇൻ ദ ആംസ് ഓഫ് ജീസസ് അവൾ
പാടിയത് അവളുടെ കുഞ്ഞ് ഒരു കല്യാണം കഴിച്ചതിന് ശേഷം ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് അധികം താമസിയാതെ മരിച്ചു. അപ്പോൾ ഒന്നിന് പുറകെ ഓരോ പ്രയാസങ്ങളും അവളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എഴുതിയതാണ് സേഫ്റ്റി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ജീസസ് എന്നുള്ള പാട്ട് എന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് സൂക്ഷ്മം അറിയില്ല. പക്ഷേ ആ സ്ത്രീ തൻ്റെ ജീവിതത്തിൽ ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല, ഒരു പിണക്കമില്ല, ദൈവത്തോട് പിണങ്ങിയിട്ടില്ല. ഒരു ദിവസം ഒരു പാസ്റ്റർ വന്നു അവളോട് പറഞ്ഞു, ഞങ്ങളൊരു ഉപവാസ പ്രവർത്തനം വെക്കാൻ പോവുകയാണ്. ഫാനിയുടെ കണ്ണിന് പൂർണ്ണ കാഴ്ച ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഉപവാസ പ്രാർത്ഥന വെക്കാൻ പോവുകയാണെന്ന്. അവൾ പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ടി നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കണ്ണിന് കാഴ്ച ലഭിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത് എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവിൻ്റെ മുഖമാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞു. അത്രമാത്രം സമ്പത്തിയായിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഫാനി പ്ലസ്റ്റി. അങ്ങനെ ദൈവം കണ്ണിന് കാഴ്ചയില്ലാത്ത സ്ത്രീയെ കൊണ്ട് എന്തുമാത്രം കാര്യങ്ങളാണ് സാധിപ്പിച്ചത്. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ വരും. പക്ഷേ അതൊക്കെ ദൈവം അനുവദിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെന്ന് നമ്മൾ സമ്മതിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് സംതൃപ്തിയോടുകൂടി, സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ ഏതെങ്കിലും വിധത്തിലൊക്കെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെ ഉപയോഗിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭാഗികമായിട്ട് നമുക്ക് ചിന്തിക്കുവാനും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടിക്കാതിരിക്കുന്നു എന്ന് നാം അറിയുന്നു. നാം പലപ്പോഴും പറയുകയും കാണാൻ പഠിക്കുകയൊക്കെ ചെയ്യുന്ന വാക്കുകളാണ്. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇത്രയും നേരം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സമത്വത്തെ പറ്റിയാണ്. ദൈവത്തിൻ്റെ സർവാധികാരത്തെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവം അനുവദിക്കുന്ന ഏത് സാഹചര്യത്തിലും സംതൃപ്തിയായി ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സർവാധികാരവും ദൈവത്തിൻ്റെ നിയന്ത്രണവും ദൈവത്തിൻ്റെ നന്മയും നാം പൂർണ്ണമായി അംഗീകരിക്കുന്നവരെ നമുക്ക് യഥാർത്ഥമായ സംതൃപ്തി ലഭിക്കുകയില്ല. പതിനത്തിലേക്കും ചരിത്രത്തിലേക്കും നോക്കിയാൽ യഥാർത്ഥ സംതൃപ്തി അനുഭവിച്ച എല്ലാവരും ദൈവത്തിൻ്റെ സർവാധികാരത്തെ ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം ആ സംതൃപ്തി അനുഭവിക്കണ്ടേ? നമ്മെ രക്ഷിച്ചവനും നമ്മെ സംരക്ഷിച്ചവനുമായ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ പരിവേൽപ്പിക്കാം. ദൈവത്തിനെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അറിവ് മാത്രം സമ്പാദിച്ചതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കാനായിട്ട് സാധിക്കുകയില്ല. അറിവ് നമ്മെ അഹങ്കാരത്തിലേക്ക് നമ്മെ നയിക്കും. പക്ഷേ ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും വചനത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമാകുമ്പോഴാണ് ജീവിതത്തിൽ സമൃദ്ധി അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തന്നെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. ദൈവം നമുക്ക് തന്ന സാഹചര്യങ്ങളിൽ നാം സംതൃപ്തരാണ്. ദൈവത്തിൻ്റെ സർവാധികാരത്തെ നാം അംഗീകരിക്കുന്നവരാണ്. കർത്താവ് അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ടോ? പരീക്ഷ അനുവദിച്ചാൽ അതോടുകൂടി പോക്ക് വഴി ദൈവം തരും എന്ന് അതിനകത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സർവാധികാരത്തെ അംഗീകരിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് സമൃദ്ധമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.